നടയടച്ചിരിക്കുകയാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും നട തുറക്കാം. ഈ സമയത്ത് ശ്രീകോവിലിൽ പൂജാരി മേൽശാന്തി നടത്തുന്ന മന്ത്രം പോലും പ്രധാനപ്പെട്ടതാണ്. അത് കേവലം ഈ പ്രപഞ്ചത്തിനാകെ സ്വസ്തി ഉണ്ടാവട്ടെ, മംഗളമുണ്ടാവട്ടെ, ഭൂമി മംഗളകരമായി നിൽക്കട്ടെ, ഇവിടുത്തെ കൃഷിഭൂമി മംഗളകരമാവട്ടെ, പർവ്വതങ്ങൾ, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങൾ മംഗളകരമാവട്ടെ, ഇവിടെ പ്രജകളെ സംരക്ഷിക്കുന്ന രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് സ്വസ്തി ഉണ്ടാവട്ടെ, മംഗളമുണ്ടാകട്ടെ, ഈ പ്രപഞ്ചത്തിൽ ഇരുൾ മാറി വെളിച്ചം ഉണ്ടാവട്ടെ, ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ നന്മ തെളിയട്ടെ, വെളിച്ചം നിറയട്ടെ. അങ്ങനെ നീളുന്നതാണ് ആ ദീപാരാധന സമയത്ത് ക്ഷേത്ര ശ്രീകോവിലിൽ ആ വെളിച്ചമാകെ തെളിയിച്ച് പുഷ്പങ്ങൾ അർപ്പിച്ച്, അവിടെ അർപ്പിക്കുന്ന പുഷ്പങ്ങൾക്ക് പ്രത്യേകത, ഓരോ പ്രതിഷ്ഠയ്ക്കും അനുയോജ്യമായ പുഷ്പങ്ങൾ അർപ്പിച്ച് നടത്തുന്ന പ്രാർത്ഥന അത് കേവലം അവിടെ ആ പ്രതിഷ്ഠയെ സംതൃപ്തിപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് സർവചരാചരങ്ങൾക്കും ഗുണം, സുഖം ഭവിക്കണം, പ്രപഞ്ചത്തിനാകെ ഗുണം ഭവിക്കണം, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങൾക്കും നദികൾക്കും പുഴകൾക്കും കടലിനും ആരണ്യത്തിനും സുഖമുണ്ടാകണം, സ്വസ്തി ഉണ്ടാകണം എന്നാണ് ആ മന്ത്രം പറയുന്നത്. സംസ്കൃത മന്ത്രമാണ്, ഏറെ വരികളുള്ള ആ സംസ്കൃത മന്ത്രമാണ്. വരുണൻ, കടലിൻ്റെ ദേവനായ വരുണൻ നമ്മളെ സമാധാനിപ്പിക്കട്ടെ. പുഴകളും കാടുകളും കാനനങ്ങളും പർവ്വതങ്ങളും കാറ്റും കടലും മണലാരണ്യങ്ങളും കൃഷിഭൂമിയും പർവ്വതങ്ങളും ഒക്കെ നമുക്ക് മംഗളം നേരട്ടെ, അല്ലെങ്കിൽ മംഗളം സംഭവിക്കട്ടെ. അങ്ങനെയാണ് ആ മന്ത്രം പറയുന്നത്. ദീപാരാധനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നട തുറക്കാം. അവിടെ നിന്നുള്ള നമുക്ക് വളരെ മനോഹരമായ സോപാന സംഗീതം അല്പം ശ്രമിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.